വാട്ടർ ബൊഫല്ലോ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം പോത്ത് രണ്ട് വിഭാഗങ്ങളായിട്ടാണുള്ളത്. ഡൊമസ്റ്റിക് വാട്ടർ ബൊഫലോയും വൈൽഡ് വാട്ടർ ബൊഫലോയും. നല്ല പച്ച മലയാളത്തിൽ നമ്മുടെ നാടൻ പോത്തും കാട്ടുപോത്തും. ഇവയിൽ ആൺവർഗത്തെയാണ് പോത്ത് എന്ന് വിളിക്കുന്നത്. ഇവയുടെ പെൺവർഗമാണ് എരുമകൾ. ഏഷ്യൻ ബുഫല്ലോ, ഇന്ത്യൻ ബുഫല്ലോ എന്ന പേരുകളിലും ഇവ അറിയപ്പെടുന്നുണ്ട്. വെള്ളത്തിൽ ധാരാളം സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ടാണ് ഇവയ്ക്ക് വാട്ടർ ബുഫല്ലോ എന്ന പേര് ലഭിച്ചത്. അമേരിക്കൻ ബൈസൺ, ആഫ്രിക്കൻ ബുഫല്ലോ, യാക്ക് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ബൊവിനി ഗോത്രത്തിലെ ഏറ്റവും വലിയ ജീവികളാണ് പോത്തുകൾ. ശരാശരി 5 അടി മുതൽ 6 അടി വരെ ഉയരവും 9 അടി നീളമുള്ള ശരീരവുമുള്ള പോത്തുകൾക്ക് ശരാശരി 300 മുതൽ 500 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും. എന്നാൽ ചില പ്രത്യേക ഇനത്തിൽപ്പെട്ട പോത്തുകൾ 700 മുതൽ 1000 കിലോഗ്രാം വരെ തൂക്കമുള്ളവയാണ്. പോത്തുകൾക്ക് പിന്നിലേക്ക് വളഞ്ഞതും ചന്ദ്രക്കല ആകൃതിയിലുള്ളതുമായ കൊമ്പുകളാണുള്ളത്. ആനുപാതികമായി ചെറുതാണെങ്കിലും എരുമകളും കൊമ്പുള്ളവർ തന്നെയാണ്. ഏതാണ്ട് 5000-ഓളം വർഷങ്ങൾക്ക് മുൻപേ മനുഷ്യർ വളർത്തുമൃഗങ്ങളാക്കി മാറ്റിയ കന്നുകാലികളിൽ ഒന്നാണ് പോത്ത്. ലോകത്ത് ആകെയുള്ളതിന്റെ 53% എരുമകളും ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യയിലെ മൊത്തം പാലുൽപാദനത്തിന്റെ 55% എരുമപ്പാലാണ്. പശുവിൻ പാലിനെ അപേക്ഷിച്ച് ധാരാളം ഫാറ്റ് അധികമായുള്ള എരുമപ്പാൽ അധികവും ഡയറി പ്രോഡക്ട്സ് ഉണ്ടാക്കുവാനാണ് ഉപയോഗിക്കുന്നത്. പശു, ആട് എന്നിവയുടെ പാലിനെ അപേക്ഷിച്ച് ജലാംശവും കൊളസ്ട്രോളും വളരെ കുറവുള്ളതും പ്രോട്ടീൻ, ഫാറ്റ്, കാൽഷ്യം എന്നിവ കൂടുതലായി അടങ്ങിയിട്ടുള്ളതുമായ ഗുണമുള്ള പാലാണ് എരുമകളുടേത്. എന്നാൽ കേരളത്തിലെ എരുമകളെ പാലുൽപാദനത്തിനായി അധികം ഉപയോഗിക്കുന്നില്ല എന്നതാണ് വാസ്തവം. കേരളത്തിലെ മൊത്തം പാലുൽപാദനത്തിൽ 0.7% മാത്രമാണ് എരുമപ്പാലുള്ളത്. കേരളത്തിലെ പ്രാദേശിക നാടൻ ഇനമാണ് കുട്ടനാടൻ എരുമ. കേരളത്തിൽ പോത്ത്, എരുമ എന്നീ ഇനങ്ങളെ കൂടുതലായി മാംസ ഉൽപാദനത്തിനായാണ് ഉപയോഗിക്കുന്നത്. ബൊവിഡെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന സസ്തനികളാണ് പോത്തുകളും എരുമകളും അടങ്ങുന്ന വാട്ടർ ബുഫലോസ്. വിവിധയിനം കന്നുകാലികൾ, കൃഷ്ണമൃഗങ്ങൾ, യാക്കുകൾ, ഇംപാലകൾ എന്നിവയെല്ലാം ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. ബൊവിഡെ കുടുംബത്തിലെ അംഗങ്ങളെ ബൊവിഡ് എന്നാണ് വിളിക്കുന്നത്. നിലവിൽ 143 ഇനം മൃഗങ്ങളുള്ള വലിയൊരു ജന്തു കുടുംബമാണ് ബൊവിഡെ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ബൊവിഡുകളിലെ വാട്ടർ ബുഫല്ലോ എന്ന് നമുക്ക് വളരെ പരിചിതരായ പോത്തുകളും എരുമകളും അടങ്ങിയ കുടുംബത്തെയാണ് പരിചയപ്പെടുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുമായി ജന്മം കൊണ്ട മൃഗങ്ങളാണ് വാട്ടർ ബുഫലോസ്. ഇന്ന് യൂറോപ്പ്, ഓസ്ട്രേലിയ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇവ കാണപ്പെടുന്നുണ്ട്. വാട്ടർ ബുഫലോകളെ 2 വർഗ്ഗങ്ങളായാണ് വേർതിരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ഈജിപ്റ്റ്, ഇറ്റലി എന്നിവിടങ്ങളിലും കാണപ്പെടുന്ന റിവർ ബുഫലോസ്. ആസാം മുതൽ ചൈനയിലെ യാങ്സി താഴ്വര വരെയും തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ചില പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സ്വാം ബുഫലോസ് എന്നിവയാണ് ഈ 2 വർഗ്ഗങ്ങൾ. ചതുപ്പുകളിൽ കാണപ്പെടുന്നതും നീണ്ടു വളഞ്ഞ കൊമ്പുകളുള്ളവയുമാണ് സ്വാം ബുഫലോസ്. റിവർ ബുഫലോസ് ആണ് നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന വളർത്തുപോത്തുകളും കാടുകളിൽ ജീവിക്കുന്ന വളർത്തുപോത്തുകളുടെ പൂർവികരായ കാട്ടുപോത്തുകളും. യന്ത്രവൽകൃത കാലത്തിനു മുൻപ് നമ്മുടെ നാട്ടിലെ പല വീടുകളിലും പോത്തുകളോ എരുമകളോ ഒക്കെ ഉണ്ടായിരുന്നു. നിലമൊഴുവാനും ഭാരം ചുമക്കുവാനും പാലിനുമെല്ലാം ഒരു കാലത്ത് ഈ മൃഗങ്ങളെ ധാരാളമായി നാം ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് പോത്തുകളെ പ്രധാനമായും ഒരു മാംസ ഉൽപ്പന്നമായാണ് വളർത്തുന്നത്. വരണ്ടതോ തണുപ്പുള്ളതോ മഴയുള്ളതോ വെയിലുള്ളതോ അങ്ങനെ ഏത് കാലാവസ്ഥയിലായാലും അതിജീവിക്കുന്നവരാണ് പോത്തുകൾ. എന്നാലും വെള്ളത്തിലും ചെളിയിലും എത്ര നേരം വേണമെങ്കിലും മുങ്ങിക്കിടക്കാൻ താല്പര്യപ്പെടുന്നവരാണിവർ. മാംസത്തിനായി വളർത്തപ്പെടുന്ന പോത്തുകളിലെ ഒരു പ്രധാന ഇനമാണ് മുറപ്പോത്തുകൾ. മറ്റു പോത്ത് ജനുസുകളെ അപേക്ഷിച്ച് കടുത്ത എണ്ണക്കറുപ്പുള്ളതും രോമ വളർച്ച കുറവുള്ളതും കൂടുതൽ മിനുസമുള്ളതുമായ ശരീരവും നീണ്ട നിലമുട്ടുന്ന വാലുകളും മുറപ്പോത്തുകളുടെ പ്രത്യേകതയാണ്. നല്ല വളർച്ചാ നിരക്കും തൂക്കവും രോഗപ്രതിരോധ ശേഷിയും ഏത് പരിതസ്ഥിതിക്കും ഇണങ്ങുകയും ചെയ്യുന്നതിനാൽ മാംസോൽപാദനത്തിന് വേണ്ടി വളർത്താവുന്ന ഇന്ത്യയിൽ ലഭ്യമായ ഏറ്റവും മികച്ച പോത്തിനമാണ് മുറകൾ. ഹരിയാന, പഞ്ചാബ്, ഡൽഹി എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളാണ് ഈ പോത്തുകളുടെ യഥാർത്ഥ ജന്മഭൂമി. മുറ എരുമകളെയും പോത്തുകളെയും ഇന്ന് ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വളർത്തുന്നുണ്ട്. തൂക്കവും രോഗപ്രതിരോധ ശേഷിയും കുറഞ്ഞ നാടൻ പോത്തുകളേക്കാൾ കർഷകർക്ക് ലാഭം മുറപ്പോത്തുകളായതുകൊണ്ടാണ് ഇത്. ഇവയുടെ ആഹാരക്രമവും അത്ര ചിലവുള്ളതല്ല എന്നതും മറ്റൊരു മേന്മയാണ്. പച്ചപ്പുല്ല്, വൈക്കോൽ എന്നിവയോടൊപ്പം തന്നെ പുളിങ്കുരുപ്പൊടി, ചോളപ്പൊടി, മരിച്ചീനിപ്പൊടി, ഗോതമ്പ്, തവിട്, പലയിന പിണ്ണാക്കുകൾ, ജലസസ്യങ്ങൾ, കപ്പ, ചക്ക, കരിമ്പിൻചണ്ടി, കപ്പത്തണ്ട്, ആഫ്രിക്കൻ പായൽ, വാഴത്തറ തുടങ്ങിയവയും കാലിത്തീറ്റ മിശ്രിതവും എല്ലാം ഇവയുടെ ആഹാരമാണ്. നാടൻ എരുമകളുടെയും പോത്തുകളുടെയും വർഗ്ഗമേന്മ ഉയർത്താനായി ഇന്ന് സ്വീകരിക്കപ്പെടുന്ന ഒരു മാർഗം നാടൻ എരുമകളിൽ ഗുണനിലവാരമുള്ള മുറപ്പോത്തുകളുടെ ബീജം ഉപയോഗിച്ചുള്ള കൃത്രിമ ബീജസങ്കലനമാണ്. ഈ രീതി തുടരുന്നത് ഭാവിയിൽ നാടൻ പോത്തുകൾ എന്ന ഇനം തന്നെ ഭൂമിയിൽ നാമാവശേഷമായി പോകാനുമിടയുണ്ട്. കാട്ടുപോത്തുകൾ പശു കുടുംബത്തിലെ ഏറ്റവും വലിയ ജീവികളാണ്. ദക്ഷിണേഷ്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലുമാണ് കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത്.
കേരളത്തിൽ ചില പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഇവ ഗോവ, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. കേരളത്തിൽ പറമ്പിക്കുളം വനമേഖലകളിലാണ് കാട്ടുപോത്തുകൾ കൂടുതലായി കാണപ്പെടുന്നത്. അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഉരുണ്ട കൊമ്പുകളും വലിയ തടിച്ചുരുണ്ട ശരീരവും കാൽപാദം മുതൽ കാൽമുട്ട് വരെയായി കാണപ്പെടുന്ന വെളുത്ത പാടും കാട്ടുപോത്തുകളുടെ പ്രത്യേകതകളാണ്. കാട്ടുപോത്തുകളിൽ ആൺവർഗം കറുത്ത നിറമുള്ളവരും കുഞ്ഞുങ്ങളും പെൺവർഗവും കാപ്പിപ്പൊടി നിറവുമാണ്. 2 മീറ്റർ വരെ ഉയരവും 1300 കിലോ വരെ തൂക്കവുമുള്ളവരാണ് ഇവർ. IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ കൂടിയാണ് കാട്ടുപോത്തുകൾ. കാട്ടുപോത്തിന്റെ സങ്കര ഇനമാണ് മിഥുൻ, ഗായൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ബംഗ്ലാദേശ്, മ്യാൻമാർ, ചൈനയിലെ ചില പ്രവിശ്യകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന കന്നുകാലി ഇനം. ഇരുണ്ട നിറത്തിലും ചെമ്പൻ നിറത്തിലും ഇവ കാണപ്പെടാറുണ്ട്. തടിച്ചുരുണ്ട ഭീമൻ ശരീരവും വളവില്ലാത്ത നീണ്ടു നിൽക്കുന്ന കൊമ്പുകളുമാണ് ഇവയുടെ പ്രത്യേകത. നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ സംസ്ഥാന മൃഗം കൂടിയാണ് മിഥുൻ. ഈ സംസ്ഥാനങ്ങളിൽ ഓരോ കുടുംബത്തിലും വളർത്തുന്ന മിഥുനുകളുടെ എണ്ണം ആ കുടുംബത്തിന്റെ സമ്പത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. പോത്തുകൾ, എരുമകൾ, വളർത്തുപോത്തുകൾ, കാട്ടുപോത്തുകൾ, ചതുപ്പുപോത്തുകൾ, മിഥുൻ എന്നിങ്ങനെ പല പേരുകളിൽ പല വിഭാഗങ്ങളിലായി പല സ്ഥലങ്ങളിൽ കാണപ്പെടുന്നവരാണ് പോത്തുവർഗം. പക്ഷേ നമ്മൾ മലയാളികൾക്ക് ഇവയെല്ലാം തന്നെ വെറും ബീഫ് മാത്രമാണെന്നത് ശരിക്കും രസകരമാണല്ലേ.